29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. മേളയുടെ രാഷ്ട്രീയ ഉള്ളടക്കം IFFKയെ മികച്ചതാക്കുന്നുവെന്നും IFFK വേദിയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെല്ലാം സ്ത്രീകളാണ് എന്നത് അഭിമാനകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിനിമാ ആസ്വാദകരുടെയും സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെയും സിനിമാ പ്രവർത്തകരുടെയും സംഗമവേദിയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. ചലച്ചിത്രമേള എന്നതിനപ്പുറം ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന വേദി കൂടിയായി മേള മാറി. കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിനു മുന്നിലെത്തിക്കാനാണ് ഈ ചലച്ചിത്രമേളയിലൂടെ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളെയാണ്. ആഭ്യന്തര യുദ്ധവും വംശഹത്യയും കുടിയിറക്കലും എല്ലാം ഈ സിനിമയുടെ പ്രമേയമായി തീരുന്നുണ്ട്. ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ ചലച്ചിത്രമേളയിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ലോക സിനിമയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന മേളയാണിത്. സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് ചലച്ചിത്രമേള നടത്തിവരുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായി ഇന്ത്യയിൽ ആദ്യമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതും കേരളത്തിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം ഉൾപ്പെടെ സർക്കാർ നടപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് കേരളത്തിലെ ഗവൺമെൻറ്റാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് അത് പാതുവഴിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയുള്ള ഒരു ശ്രമം ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി എന്ന കാര്യം സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വയനാടിന് ധനസഹായം നിഷേധിച്ചവർക്കുള്ള പ്രതിഷേധവും മേള രേഖപ്പെടുത്തി. തുടർന്ന് വിശിഷ്ടാതിഥി ഷബാന ആസ്മിയെ പൊന്നാട അണിയിച്ചും പ്രശസ്തി പത്രം നൽകിയും ചടങ്ങിൽ ആദരിച്ചു. ഷബാന ആസ്മിയെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി. 50 അഭിനയ വർഷങ്ങൾ ഇന്ത്യൻ സിനിമയിൽ പൂർത്തിയാക്കിയ മഹാനടി, a true icon of Indian cinema whose illustrious career spans over 5 decades. The IFFK is honoring Ms. Shabana Azmi on completing 50 years in acting, and her contribution to Indian parallel cinema and theatre has been unique. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻഹുയിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിച്ചു. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.